2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ SP-BSP സഖ്യം സംബന്ധിച്ച പ്രഖ്യാപനം നാളെയുണ്ടായേക്കും. BSP നേതാവ് മായാവതിയും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും നാളെ നടത്തുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപനം നടന്നേക്കുമെന്നാണ് സൂചന. ഈ മാസം ആദ്യം നടന്ന ചർച്ചയിൽ ഇരു പാർട്ടികളും സീറ്റ് സംബന്ധിച്ച ധാരണയിൽ എത്തിയിരുന്നു. 2014 80-73 സീറ്റ് നേടി BJP വിജയക്കൊടി പാറിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. മോദിയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കും BJPയുടെ അധികാരത്തിലേക്കുമുള്ള ചുവടുവയ്പ്പിന് നിർണായകമായത് ഈ വിജയമായിരുന്നു. മാറിയ സാഹചര്യത്തിൽ ശത്രുത മറന്ന് ഒന്നിച്ചു നിന്നാലേ ഉത്തർപ്രദേശിൽ BJPയെ തളയ്ക്കാനാകൂ എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഖ്യത്തിലാകാനുള്ള BSPയുടെയും SPയുടെയും തീരുമാനം. നാളെ ഉച്ചയ്ക്ക് ലക്നൌവിൽ വിളിച്ചു ചേർക്കുന്ന മായാവതിയുടെയും അഖിലേഷിന്റെയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സഖ്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് സാധ്യത. 37 വീതം സീറ്റുകളിൽ SPയും BSPയും മത്സരിക്കുമെന്നതാണ് നിലവിലെ തീരുമാനം. ഒഴിച്ചിട്ടിരിക്കുന്ന 6 സീറ്റിൽ സഖ്യത്തിനൊപ്പം ചേരാനിടയുള്ള നിഷാദ് പാർട്ടിയും RLDയും മത്സരിച്ചേക്കും. എന്നാൽ സഖ്യം സംബന്ധിച്ച് കോൺഗ്രസുമായി ധാരണയിൽ എത്തിയിട്ടില്ലെങ്കിലും അമേഠിയിലും റായ്ബറേലിയിലും BSPയും SPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. കോൺഗ്രസും സഖ്യം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. പ്രതിപക്ഷ ഐക്യത്തിൽ എല്ലാ പാർട്ടികളും ചേരുന്നത് BJPയെയും മോദിയെയും സഹായിക്കാൻ ഉപകരിക്കൂ എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്നും സൂചനയുണ്ട്. അതേസമയം കോൺഗ്രസുമായുള്ള സഖ്യം തീരുമാനിക്കുന്നത് മായാവതിയും അഖിലേഷുമാണെന്ന് RLD നേതാവ് അജിത് സിംഗ് പറഞ്ഞു. SPയും BSPയും തമ്മിൽ ധാരണയിലെത്തിയ കഴിഞ്ഞ വർഷത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ഗോരഖ്പൂർ അടക്കമുള്ള 3 BJPയുടെ സിറ്റിംഗ് സീറ്റുകൾ മഹാസഖ്യം പിടിച്ചെടുത്തിരുന്നു. മീഡിയ 1 ഡൽഹി.